സമസ്ത കേന്ദ്ര മുഷാവറ ഒരു തീരുമാനമെടുത്താൽ അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നവർ അവരാണ് സമസ്തക്കാർ. അല്ലാതെ സമസ്തക്കാർ തീരുമാനത്തിന് എന്തോ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് പറയുന്നവരല്ല. ഞാനും സമസ്തയാണ്. പക്ഷെ സമസ്തയുടെ കഴിഞ്ഞ യോഗം ഡിസംബർ 11 ചേർന്ന മുഷാവറക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, മുമ്പ് ഏപ്രിൽ 1 ചേർന്ന മുഷാവറക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നവനല്ല യഥാർത്ഥ സമസ്തക്കാർ. സമസ്തക്കാർ എന്ന് പറഞ്ഞ സമസ്തയെ അംഗീകരിക്കുന്ന, സമസ്തയുടെ നേതാക്കളെ അംഗീകരിക്കുന്ന, സമസ്തയുടെ പ്രസിഡന്റിനെ അംഗീകരിക്കുന്ന, സമസ്തയുടെ സെക്രട്ടറി അംഗീകരിക്കുന്ന, മുഷാവറ അംഗങ്ങളെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്നവരാണ് സമസ്തക്കാർ. അവരെ കുത്തുന്നവരല്ല, അവരെ തോണ്ടുന്നവരല്ല, ഈ വിശുദ്ധമായ വാഹനത്തെ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നവരുമല്ല യഥാർത്ഥ സമസ്തക്കാര്. ചില ആളുകൾ ഡ്രൈവറെ മാറ്റാൻ വരുന്നവര്, ചില ആളുകൾ ദിശ മാറ്റാൻ വരുന്നവര്. 1926 ബഹുമാനപ്പെട്ട വരക്കല തങ്ങളുപ്പാപ്പ ദിശ നിർണയിച്ചിട്ടുണ്ട്. ആ ദിശയിലൂടെ ഈ പ്രസ്ഥാനം, ഈ പ്രയാണം, ഈ വാഹനം പോകും. അതിന്റെ ഡ്രൈവർമാർ, ഇന്ന് അത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ സയ്യിദുൽ ഉലമ ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങളാണ്. ആരാണ് ആ മുത്തുക്കോയ തങ്ങൾ? തൊട്ടടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങളുടെ 5ാമത്തെ പേരക്കുട്ടി. നമ്മളൊന്നറിയണം, പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സത്യത്തിൽ സമസ്തയുടെ പ്രസിഡന്റ് ആവാൻ യോഗ്യൻ മഹാനായിരുന്നു. പക്ഷേ വരക്കല തങ്ങളുപ്പാപ്പ സയ്യിദാണ്, തങ്ങളാണ്, തങ്ങളെ ബഹുമാനിച്ചു. ആലിമാണ്, ആത്മീയ നേതാവാണ്, വലിയാണ്. ഞാൻ അതിന് യോഗ്യനായിട്ട് കൂടി തങ്ങളുപ്പാപ്പ പ്രസിഡന്റ് ആവണമെന്ന് അവിടെ ചെന്ന് യാചിച്ച് ആവശ്യപ്പെട്ട പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തരീഖത്തിന്റെ ശൈഖായിരുന്നു, മഹാനായ വലിയായിരുന്നു. പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ 2 മൗലിദുകൾ രചിച്ചിട്ടുണ്ട്. ഒന്ന് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ, സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങളുടെ മൗലിദ. എന്താ കാരണം? പാങ്ങുകാരന് രോഗം വന്ന് ശരീരം കുഴഞ്ഞു പോയ ഒരവസ്ഥ ഉണ്ടായി. നേർച്ചയാക്കി, പടച്ചവനെ എന്റെ രോഗം മാറ്റിത്തരണം, ഞാൻ ഹുസൈൻ ജിഫ്രി തങ്ങളുടെ മൗലിദ് രചിക്കാം. അങ്ങനെയാണ് ആ മൗലിദ് രചിച്ചത്. പിന്നെ മറ്റൊരു മൗലിദ് രചിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുല്ലൈലി തങ്ങളുടെ ഉപ്പാപ്പയായ സയ്യിദ് ഖുത്ബ് ജമലുല്ലൈലി തങ്ങളുടെ മൗലിദ്. അതിന് കാരണം ബഹുമാനപ്പെട്ട പാങ്ങുകാരന്റെ സഹോദരൻ, അനുജൻ, അദ്ദേഹത്തിന് ഒരു പ്രയാസം വന്നപ്പോ നേർച്ചയാക്കിയതാ. പാങ്ങുകാരൻ മൗലിദ് രചിച്ച മഹാനായ പിതാമഹന്റെ പേരക്കുട്ടി, ആ പേരക്കുട്ടിയാണ് സയ്യിദുൽ ഉലമ ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ. വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്ത മുതഅല്ലിമായിരുന്ന കാലഘട്ടത്തിൽ അതാണ് അന്നത്തെ തങ്ങളുട്ടിയാണ് ഇന്നത്തെ സയ്യിദുൽ ഉലമ. ബഹുമാനപ്പെട്ട മഹാനായ റഈസുൽ മുഹഖഖീൻ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട്, സയ്യിദുൽ ഉലമയുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ബാറക്കല്ലാഹു ഫീ ഇൽമിക എന്ന് ദുആ ചെയ്തു. അതാണ് സയ്യിദുൽ ഉലമ. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെ ഒരു ദിവസം എത്ര ദുആകളിൽ, ഓരോ ദുആകളിലും ശൈഖി വ മുറബ്ബി, എന്റെ ശൈഖാണ്, എന്റെ മുറബ്ബിയാണ്, കേവലം ഒരു ശിഷ്യനല്ല, അതിനപ്പുറത്ത് ആത്മീയ അസ്റാറുകൾ ഇന്നും കൈമാറിക്കൊണ്ടിരിക്കുന്ന ശൈഖുനാ ശംസുൽ ഉലമയുടെ ഗുരുത്വവും പൊരുത്തവും അവര് ലൈസൻസ് കൊടുത്ത ഡ്രൈവറാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ. ആ സയ്യിദുൽ ഉലമ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാഹനത്തെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും കട്ടറോട്ടിലൂടെ കൊണ്ടുപോകാമെന്ന് വ്യാമോഹിച്ച് ആരും നടക്കേണ്ടതില്ല. ഇത് നല്ല പാകപ്പെടുത്തിയ മഹാനായ വരക്കല തങ്ങളും ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും പാകപ്പെടുത്തിയ മനോഹരമായ ഈ റോട്ടിലൂടെ അത് ലക്ഷ്യത്തിലേക്ക് പോകും. പിന്നെ എന്തെങ്കിലും അതിന്റെ മുന്നിൽ ആരെങ്കിലും തടസ്സം സൃഷ്ടിക്കാൻ വന്നാൽ SKSSFന്റെ ചുണക്കുട്ടികൾ ആ മാർഗ തടസ്സത്തെ നീക്കം ചെയ്യാൻ നെഞ്ചുറപ്പോടുകൂടെ മുന്നിലുണ്ടാകും. ആ ദൗത്യമാണ് ഈ 3 മാസക്കാലമായി ഈ പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഈ 100 കൊല്ലമായി ഇവിടെ വളർന്ന് വികസിച്ച പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ സമസ്ത ഒരുപാട് വളർന്നു. 1946 മദ്രസകൾ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും മറ്റ് അതർ സ്റ്റേറ്റുകളിലും നമ്മുടെ പ്രിയപ്പെട്ട ഹുദവി പണ്ഡിതന്മാർ, ദാറുൽ നമ്മുടെ അഭിമാന സ്ഥാപനമാണ്. മമ്പുറത്തെ തങ്ങളുപ്പാപ്പയുടെ തണലിലും ബഹുമാനപ്പെട്ട ഡോക്ടർ യു വാപ്പുട്ടി ഹാജി അല്ലാഹു ദറജ ഉയർത്തട്ടെ, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അവരൊക്കെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. വാപ്പുട്ടി ഹാജിക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട എം ബഷീർ ഉസ്താദിന്, ബഹുമാനപ്പെട്ട CH ഉസ്താദിന്, അവരുടെ ആഗ്രഹം പോലെ തന്നെ ഈ സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് പോകണം. ഒരു കലർപ്പുണ്ടാവാൻ പാടില്ല. അതല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. 100% സുന്നികളായി അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആ സുന്നത്ത് ജമാഅത്തിന്റെ ദഅവത്ത് ലോകത്തെവിടെയും പോയി നടത്താൻ, അത് മറ്റ് സ്റ്റേറ്റുകളിൽ പോയി നടത്താൻ അൽഹംദുലില്ലാഹ് നമ്മുടെ ഹുദവി മക്കൾ അതിനുവേണ്ടി മുന്നോട്ട് വരുന്നു. സമസ്ത അംഗീകരിച്ച 611 മദ്രസകൾ ജാർഖണ്ഡിലും യുപിയിലും ബംഗാളിലും ആസാമിലും അതർ സ്റ്റേറ്റുകളിലായി നടന്നു വരുന്നു. ഈ സമസ്തയുടെ ഈ വളർച്ച, സമസ്തയുടെ ഉയർച്ച, SKSSFന്റെ വളർച്ച, സുപ്രഭാതത്തിന്റെ പ്രയാണം, ഇതൊക്കെ പല ആളുകൾക്കും കണ്ണിൽ കടിയും
പല ആളുകൾക്കും കല്ലുകടിയും പല ആളുകൾക്കും വിമ്മിഷ്ടവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഒരു പ്രസ്ഥാനം വളരുമ്പോ, അത് ലോകോത്തര തലത്തിൽ വളരുമ്പോ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ മക്കൾ പോയി സമസ്തയുടെ ദഅവത്തും സമസ്തയുടെ പ്രവർത്തനങ്ങളും നടത്തുമ്പോ ഈ വളർച്ചയിൽ അസൂയ ഉണ്ടാകും. പല ആളുകൾക്കാണ്, സമസ്തയുടെ ശത്രുക്കൾക്കാണ്. വഹാബികൾക്കുണ്ടാകും, ജമാഅത്തെ ഇസ്ലാമിക്കുണ്ടാകും, തബ്ലീഗുകാർക്കുണ്ടാകും, കള്ളത്തരീഖത്തുകാർക്കുണ്ടാകും, സമസ്ത മാറ്റി നിർത്തിയ പല ആളുകൾക്കുണ്ടാകും. എല്ലാവരും ഒത്തൊരുമിച്ച് ഈ വിഷയത്തിൽ സമസ്തയെ തകർക്കാനും ചെറുക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യം, അള്ളാന്റെ ഔലിയാക്കളാൽ ഊട്ടി വാർത്തെടുക്കപ്പെട്ട ഈ മഹത്തായ പ്രസ്ഥാനം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം നിർണായകമായ ഒരു ദിവസമാണ്. സമസ്തയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഇന്നത്തെ ദിവസം. അതാരും മറക്കണ്ട. 2025 ഫെബ്രുവരി 6 തീയതി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ദിവസമാണ്. പല സന്ദേശങ്ങൾ ഈ ഉമ്മത്തിന് സമസ്ത നൽകിയ ഒരു സന്ദേശമാണ്. സമസ്തയുടെ പ്രമേയം പ്രഖ്യാപിക്കപ്പെട്ടു, 10,000 അംഗ സ്വാഗതസംഘം പ്രഖ്യാപിക്കപ്പെട്ടു, സമ്മേളനത്തിന്റെ നഗരി പ്രഖ്യാപിക്കപ്പെട്ടു. ഇൻഷാ അല്ലാഹ് കാത്തിരുന്ന് കാണാം ഈ പ്രസ്ഥാനത്തിന്റെ അജയ്യത. ഇതിനെ തകർക്കാൻ വേണ്ടി ഉറക്കൊഴിച്ച് കാത്തിരിക്കുന്നവർക്ക്, സമസ്ത വളരാൻ പോകുന്നു, നോമ്പ് നോൽക്കുന്നവർക്ക്, സമസ്തയിൽ വിള്ളൽ പൊട്ടിത്തെറി എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെയൊക്കെ വായ മൂടിക്കെട്ടിയിട്ട് ഞങ്ങൾ ഇതാ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആദർശ വിശുദ്ധിയുടെ ഈ നൂറ്റാണ്ടുകളുടെ കഥകൾ നിങ്ങളുടെ കാതടിപ്പിക്കുന്ന രൂപത്തിൽ നിങ്ങൾ അസ്വസ്ഥരാക്കിക്കൊണ്ട് സമസ്തക്കാര് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് വിശ്രമമില്ലാത്ത നാളുകളാണ്. ഈ ഫെബ്രുവരിയോടുകൂടി അവസാനിക്കുകയല്ല. ഈ ആദർശ പോരാട്ടം അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഒറ്റക്കെട്ടായി സമസ്തയുടെ കൂടെ ഉണ്ടാകും സമസ്തക്കാരൊക്കെ, സമസ്തയെ സ്നേഹിക്കുന്നവർ. അത് പാണക്കാട്ടെ തങ്ങന്മാരുണ്ടാകും, കോഴിക്കോട്ടെ ഖാദിമാരുണ്ടാകും, എല്ലാ കബീലകളിലെ തങ്ങന്മാരുണ്ടാകും, ഇവിടുത്തെ മുദരിസുമാരും ഇവിടുത്തെ ഖതീബുമാരും ഖാദിമാരും മുഅല്ലിമീങ്ങളും സംഘടനാ പ്രവർത്തകരും സമസ്തയോടൊപ്പം ഉണ്ടാകും. ഇവിടുത്തെ ഉമറാക്കളും ഉണ്ടാകും, മദ്രസ ഭാരവാഹികളും ഉണ്ടാകും. എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. 10,000-ലധികം വരുന്ന മദ്രസകൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ്. അത് ദീൻ നിലനിർത്താനാണ്. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരെ എതിർക്കാനല്ല മദ്രസകൾ ഉണ്ടാക്കിയത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരെ അനുകൂലിക്കാനുമല്ല മദ്രസകൾ ഉണ്ടാക്കിയത്. അങ്ങനെയൊക്കെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റുകളൊക്കെ തിരുത്തണം. സമസ്ത ഉണ്ടായതും ഇവിടെ മഹല്ലുകൾ ഉണ്ടായതും മദ്രസകൾ ഉണ്ടായതും അതിന് ഉമറാക്കൾ ഉണ്ടായതും ഉലമാക്കൾ ഉണ്ടായതും ദീൻ ഇവിടെ നിലനിർത്താനാണ്. ഇത് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാകുന്നതിന് മുമ്പ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1925-26 കാലഘട്ടങ്ങളിൽ ഉണ്ടായതാ. മുത്തുനബിയുടെ സഹാബത്ത് കൊണ്ടുവന്ന ആദർശ പൈതൃകം, കഴിഞ്ഞു പോയ നൂറ്റാണ്ടുകളിലൂടെ പകർന്നു കിട്ടിയ പാരമ്പര്യം ഇവിടെ നിലനിർത്താൻ. അതുകൊണ്ട് ഈ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ദിശ 1941 ദിശ മാറിയിട്ടില്ല, 1948 ദിശ മാറിയിട്ടില്ല, 1974 ദിശ മാറിയിട്ടില്ല, 1989 ദിശ മാറിയിട്ടില്ല, 2025 ദിശ മാറിയിട്ടില്ല. ഒരേ ദിശയിൽ ഈ പ്രസ്ഥാനത്തിന് കാവലാളുകളായി കോട്ടകെട്ടി സംരക്ഷിക്കാൻ സമസ്തക്കാരുണ്ടാകും, SKSSFകാരുണ്ടാകും. അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത്, നമ്മുടെ അഭിമാനമായ ഉസ്താദ് സ്വലാഹുദ്ദീൻ ഫൈദി വെന്നിയൂർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. അൽഹംദുലില്ലാ, വളരെ ശ്രദ്ധേയമായ ഈ തിരൂരങ്ങാടി മേഖലാ സമ്മേളനം ചരിത്ര സംഭവമാക്കി ബഹുമാനപ്പെട്ട ഉസ്താദ് ഹമീദ് ഫൈദി ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ നേരത്തെ ഇരുന്നപ്പോൾ പറഞ്ഞു, ധാരാളം ആളുകളുണ്ടല്ലോ. വളരെ മനോഹരമായ സമ്മേളനം, സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്ന ഒരു മഹാസമ്മേളനമായി തിരൂരങ്ങാടി മേഖല SKSF നടത്തിയ ഈ സമ്മേളനം മാറി. ചെമ്മാട്ടെ ചരിത്ര പ്രസിദ്ധമായ ഈ വേദിയിൽ സംഘാടകർ ഒരുക്കിയ ഈ സൗകര്യങ്ങൾ തികയാത്ത വിധം ധാരാളം ആളുകൾ ഈ സന്ദേശം കേൾക്കാൻ വേണ്ടി കടന്നു വന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംഘാടകർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.